ഹലോ ഗൈസ്, നല്ല ചൂട് ചോറും പുളിമുളകുട്ട മീൻ കറിയും അതുപോലെ തന്നെ നല്ല പൊരിച്ച മീനും കഴിച്ചാലോ. പുറത്ത് നല്ല അടാറ് മഴയാണ് കേട്ടോ. അതൊന്നും ഞാൻ കാര്യമാക്കാതെ ഹർഷക്കുട്ടീനെ എടുത്ത് വേഗം തന്നെ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നു കേട്ടോ. മീനുകളൊക്കെ നല്ല അടിപൊളി അടിപൊളി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ തൊട്ടാ പൊള്ളുന്ന വിലയാണ്. അങ്ങനെ അതാ മീൻ വാങ്ങി തിരിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞ ചായക്കട കണ്ടു കേട്ടോ. അവിടെ കയറി ഞാനും ഹർഷക്കുട്ടിയും കൂടെ ചായ കുടിച്ച് ശേഷം അതാ വീട്ടിലേക്ക് വന്ന് മീനിനെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് കയറ്റി. അങ്ങനെ അതാ പിറ്റേ ദിവസം കേട്ടോ അടുത്ത് മീനിനെ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ നത്തളും കോരയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കോര വലിയ കോരയായിരുന്നു, 3 കോര ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ തന്നെ ഒരെണ്ണം പൊരിച്ചിരുന്നു, ബാക്കി 2 അതാ ഇന്നത്തേക്കും കൂടെ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നത്തളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതാ നമ്മുടെ കോരയിൽ നല്ലോണം മസാലയൊക്കെ തേച്ച് കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇട്ടു കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കറിവേപ്പില അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കില്ലേ. അങ്ങനെ ഇതാ സാധാരണ മൺചട്ടിയിലാണല്ലോ കറി വെക്കാറുള്ളത്. ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് ഇതാ ഉരുളി പിടിച്ചിട്ടുണ്ട്. കുഞ്ഞു ഉരുളിയിലാണ് കറി വെക്കുന്നത്. വെറൈറ്റി ഒന്നും അല്ല കേട്ടോ. എൻ്റെ ചട്ടി ഫുള്ള് പൊട്ടിപ്പോയി. പിന്നെ എന്ത് ചെയ്യാനാ, കിട്ടിയതെടുത്ത് വെക്കുക തന്നെ. അങ്ങനെ ഇതാ നമ്മുടെ ചോറും സൈഡിൽ കൂടെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ മീനും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അധികം ചാറൊന്നും ആക്കിയിട്ടില്ല. പിന്നെ ഇന്നത്തെ നമ്മുടെ ചായക്കടി എന്ന് പറയുന്നത് പൂരിയാണ്. എണ്ണ തിളച്ച് വന്നപ്പോൾ ഇതാ നമ്മളെ പൂരിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൂരിയായിരുന്നു കേട്ടോ. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് നമ്മളെ പൂരി. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടി കൂടിയാണ് കേട്ടോ പൂരി. അങ്ങനെ ഇതാ പൂരിയൊക്കെ ചുട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും പൊന്നുകുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായപ്പോൾ വേഗം തന്നെ പൊന്നൂസിനുള്ള കടി കൊടുക്കുകയാണ്. കടി ഇതാ മീൻകറിയും കൂടെ ഒഴിച്ചിട്ട് പൊന്നൂസിന് കൊടുത്തതിൻ്റെ സൈഡിൽ കൂടെ ഇതാ പൊന്നുകുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുള്ള ലഞ്ചും കൂടെ ആക്കുകയാണ്. ചോറിൻ്റെ കൂടെ തന്നെ കറി ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ചോറിൻ്റെ കൂടെ കറി ഒഴിച്ച് കുറച്ച് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ട് പൊന്നുകുട്ടിക്ക് കൊടുത്ത് പൊന്നു ഏട്ടനും പോയതിന് ശേഷം ഇതാ എനിക്ക് ചായ കുടിക്കാനുള്ള സമയമായി. അങ്ങനെ ഞാനിതാ ചായ കുടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൂരി. നല്ല മീൻകറി, നല്ല പുളിയൊക്കെ ഇറങ്ങി നല്ല എരിവും പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം തന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. നമ്മുടെ മീനിൽ ഇതാ മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഉച്ചയായപ്പോഴാണ് ഞാൻ മീൻ പൊരിക്കുന്നത്. അങ്ങനെ മീനൊക്കെ പൊരിച്ച് മാറ്റി വെച്ച ശേഷം ഇതാ നമ്മളെ കൊണ്ടാട്ട മുളകും കൂടെ പൊരിച്ചെടുത്തു കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അധികം എരിവൊന്നും ഇല്ലാത്ത മുളകാണ്. അങ്ങനെ ഇതാ ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നല്ല ചൂട് ചോറും നമ്മളെ പുളി മുളക് ഇട്ട നത്തള് കറിയും വലിയ കോര പൊരിച്ചതും കണ്ണിമാങ്ങ അച്ചാറും എല്ലാം കൂടിയായിട്ട് നല്ലോണം ഫുഡ് വെച്ചിട്ട് ഇപ്പം തന്നെ എൻ്റെ നാവിൽ വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.